എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ കരങ്ങളിലൂടെ ഇങ്ങനെ ചോര വാർന്നു വാർന്ന് ഒഴുകുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിക്കും? ഞാൻ എങ്ങനെ എൻ്റെ അനുദിന ജീവിതം മുന്നോട്ട് നീക്കും? പാതിരപ്പയോട് കർത്താവ് പറഞ്ഞു, നിന്റെ മുറിവുകൾ അത് എൻ്റെ ശിക്ഷയല്ല, മറിച്ച് എൻ്റെ സഹനത്തിലുള്ള നിന്റെ പങ്കാളിത്തമാണ്. ശരീരത്ത് കാണപ്പെട്ട പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക്കായി ഡോക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം, ഇതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇതൊരു അത്ഭുതമാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് മുറിവില്ലാന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുള്ള അപകടമോ ആക്സിഡൻറ്റോ നടന്നിട്ടില്ല. ക്രൂശിതനായവൻ്റെ മുറിപ്പാടുകൾ തൻ്റെ ദേഹത്ത് പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് ഒരു നിമിഷം മനസ്സിലാക്കിയ ആ മനുഷ്യൻ മുട്ടുകുത്തി അരിശത്തോടെ കർത്താവിനോട് പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്നെ കാണുമ്പോൾ തന്നെ ആളുകൾ പറയും ഞാനൊരു ഫ്രോഡാണ് എന്നൊക്കെ പറയും. അപ്പോൾ ദൈവം പറഞ്ഞൊരൊറ്റ മറുപടിയിൽ കാര്യങ്ങൾ മാറി മറയുകയാണ്. അദ്ദേഹത്തിന് സഹനത്തിൻ്റെ അർത്ഥം പിടികിട്ടുകയാണ്. ഇത് കേവലം ഒരു ഹാലൂസിനേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന ഫാദർ അഗസ്റ്റിനോടും ഫാദർ ബെനഡിക്റ്റിനോടും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹം എഴുതിയ ലെറ്ററുകളിൽ കാണാം. നമ്മളീ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല, ഏതാണ്ട് 50 വർഷത്തോളം പഞ്ചക്ഷതധാരിയായി അനേകം ആത്മാക്കളെ രക്ഷിച്ച അതിവിശുദ്ധനായ വിശുദ്ധ പാതിരെ പിയോയെക്കുറിച്ചാണ്. രണ്ടായിരത്തി സഭ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് പഞ്ചക്ഷതത്തെക്കുറിച്ച് തൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭ നന്നായി പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് കാണപ്പെട്ട പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക്കായി ഡോക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം, ഇതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇതൊരു അത്ഭുതമാണ് എന്നാണ്. 1918 മുതൽ 1968 വരെ അദ്ദേഹത്തിൻ്റെ ഈ പഞ്ചക്ഷതങ്ങൾ ഉണങ്ങിയിരുന്നില്ല. എല്ലാ ദിവസവും ആ ക്ഷതങ്ങളിൽ നിന്ന് ചോര പുറത്തേക്ക് ഒഴുകുമായിരുന്നു. തെക്കൻ ഇറ്റലിയിലെ സാൻ ജിയോവാനി ആശ്രമത്തിൽ പതിവ് പോലെ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഈ കൊയറ് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് പാതിരപ്പിയോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾത്താരയിലെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ധ്യാനനിമഗ്നനായിരിക്കുന്ന പാതിരപ്പിയോയ്ക്ക് അസ്ഥിയെ ഉരുക്കുന്ന വേദന ശരീരത്ത് ആകമാനം ഫീൽ ചെയ്യുകയാണ്. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ ഇരു കൈകളിലേക്ക് നോക്കുമ്പോൾ ആണിപ്പഴുതുകളേറ്റ ക്രിസ്തുവിൻ്റെ മുറിപ്പാട് തൻ്റെ കയ്യിൽ രൂപപ്പെട്ടു. തൻ്റെ കാലുകളിലേക്ക് നോക്കുമ്പോൾ കാലുകളിൽ നിന്നും ആണിപ്പഴുതുകളിൽ നിന്ന് ചോര ഒഴുകുന്നത് പോലെ ചോര ഒഴുകുകയാണ്. ചോര ഇങ്ങനെ ഒഴുകി കാപ്പിപ്പൊടി കളറുള്ള കപ്പൂച്ചൻ കുപ്പായത്തിലേക്ക് പരക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രൂപപ്പെടുന്നത് പഞ്ചക്ഷതങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. തൻ്റെ ശരീരത്ത് പഞ്ചക്ഷതം കണ്ടപ്പോൾ പാതിരപ്പിയോയ്ക്ക് ശരിക്കും ഭയം തോന്നി. ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ ശരിക്കും അദ്ദേഹത്തിന് സംശയം തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പഞ്ചക്ഷതങ്ങൾ ഒരു തുണി കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ രക്തം ഇങ്ങനെ വാർന്ന് വാർന്ന് ആ മുറിവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പയ്യെ എഴുന്നേൽക്കാൻ പരിശ്രമിച്ചപ്പോഴത്തേക്കും ബോധരഹിതനായി നിലത്തേക്ക് വീണു. ഉടനെ തന്നെ തൻ്റെ ആശ്രമ അംഗങ്ങൾ ശബ്ദം കേട്ട് ഓടി അവിടെ എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന പാതിരപ്പിയോയാണ് കണ്ടെത്തുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പാതിരപ്പിയോ തൻ്റെ പഞ്ചക്ഷതത്തെ ഒരാഘോഷമാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ഒരു തെളിവുകളുമില്ല. മറിച്ച് ഈ പാതിരപ്പിയോ തൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സിന് എഴുതിയ കത്തുകളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണെന്നൊക്കെ ആളുകൾ ചിന്തിക്കില്ലേ. എന്നിട്ട് അദ്ദേഹം ഒടുക്കം കുറിക്കുന്ന വാചകം ഹൃദയസ്പർശിയാണ്, ഞാനൊരു പാപിയാണ്, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ അടയാളം എൻ്റെ ശരീരത്ത് വഹിക്കാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കത്തിൽ അദ്ദേഹം സ്പിരിച്വൽ ഫാദേഴ്സിനോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ കരങ്ങളിലൂടെ ഇങ്ങനെ ചോര വാർന്നു വാർന്ന് ഒഴുകുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിക്കും? ഞാൻ എങ്ങനെ എൻ്റെ അനുദിന ജീവിതം മുന്നോട്ട് നീക്കും എന്ന് പാതിരപ്പിയോ തൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ചോദിക്കുമായിരുന്നു. ഈ മുറിവുകൾ ഇങ്ങനെ കാണപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് കർത്താവിനോട് പലപ്പോഴും നിലവിളിച്ച് ഈ പാതിരപ്പിയോ പ്രാർത്ഥിക്കുമായിരുന്നു.
പക്ഷെ പാതിരപ്പിയോയുടെ പ്രാർത്ഥന അനുസരിച്ച് മുറിവുകൾ ഉണങ്ങിയില്ല. മുറിവുകൾ കൂടുതൽ കൂടുതൽ തെളിമയോടെ കാണപ്പെടുക മാത്രമല്ല, മുറിവുകളിൽ നിന്ന് നിരന്തരമായി രക്തം വരാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, കൊടിയ വേദനയും അനുഭവിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം കൂടെ കൂടെ ചോദിച്ചിരുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത് പ്രാർത്ഥിച്ചിട്ട് മാറാത്തെ? അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ സഹനത്തിന് എന്തെങ്കിലും മൂല്യമുണ്ടോ? എന്തിന് ഞാൻ ഇങ്ങനെ വെറുതെ സഹിക്കണം? എന്തുകൊണ്ട് ദൈവം എന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുള്ള സംശയങ്ങളൊക്കെ പാതിരപ്പിയോയുടെ ഉള്ളിലുണ്ടായിരുന്നു. 1918 ഒക്ടോബർ 19 പാതിരപ്പിയോ തൻ്റെ ആത്മീയ പിതാവായിരുന്ന ബെനഡിക്റ്റിന് ഇങ്ങനെ എഴുതുന്നുണ്ട്, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാനൊരു സാധാരണ വൈദികനല്ലേ? അസാധാരണമായി ഒന്നും തന്നെ എന്നിലില്ലല്ലോ. പിന്നെയും എന്തുകൊണ്ട് എനിക്ക് ഇത് എന്ന് പാതിരപ്പിയോ എഴുതുന്നുണ്ട്. അതുമാത്രമല്ല, പാതിരപ്പിയോ ആ കത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, വേദനകൾ എത്ര വേണേലും ഞാൻ സഹിക്കാം, പക്ഷേ ഈ മുറിവുകൾ ഇതിങ്ങനെ പബ്ലിക്കായി കാണപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മുറിവുകൾ മൂലം പലരാൽ നിന്ദിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ വേദന എങ്ങനെ ഒരു സമ്മാനമായി മാറും? എന്താണ് ഈ വേദനയുടെ അർത്ഥം? വേദന എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയായി മാറും? ഈ വേദന സഹിക്കാൻ വേണ്ടി ഒരാളെ ദൈവം എന്തിനാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആത്മീയ പിതാവായ ബെനഡിക്റ്റിന് എഴുതുന്നൊരു കത്ത് ചരിത്രത്തിൽ കൃത്യമായി പരാമർശിക്കുന്നതാണ്. പിന്നീട് ഒരു 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പാതിരപ്പിയോയുടെ മുറിവുകളിൽ നിന്നും ഇടതടവില്ലാതെ ചോര പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അതിലും അപ്പുറം കഠിനമായ വേദന ശരീരത്തിൽ പാതിരപ്പിയോയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. തീക്കുണ്ടത്തിലേക്ക് ഒരു മനുഷ്യൻ എറിയപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ പൊള്ളുന്ന വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് പാതിരപ്പിയോ കടന്നു പോയത് എന്നാണ് പാതിരപ്പിയോ തന്നെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാതിരപ്പിയോ പലപ്പോഴും പറയുന്നത്, ഞാൻ പൊട്ടിക്കരഞ്ഞിരുന്നു, ഞാൻ ആകെ വേർത്തു പോയിരുന്നു, ദൈവം എന്നെ കൈവിട്ടോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഭയങ്കരമായി വന്ന് നിലവിളിച്ച രാത്രികളായിരുന്നു അത് എന്നാണ്. അങ്ങനെ പയ്യെ പാതിരപ്പിയോയോട് ദൈവം സംസാരിച്ചു തുടങ്ങി. പാതിരപ്പിയോട് ദൈവം സംസാരിച്ചത് ശബ്ദം കൊണ്ടല്ല. പാതിരപ്പിയോ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പം പാതിരപ്പിയോയുടെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ കർത്താവ് നിറയ്ക്കാനായിട്ട് തുടങ്ങി. പാതിരപ്പിയോട് കർത്താവ് പറഞ്ഞു, നിന്റെ മുറിവുകൾ അത് എൻ്റെ ശിക്ഷയല്ല, മറിച്ച് എൻ്റെ സഹനത്തിലുള്ള നിന്റെ പങ്കാളിത്തമാണ്. നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തുകയല്ല, മറിച്ച് എന്നോടുകൂടി സഹിക്കാനായി നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ആത്മാക്കളെ രക്ഷിക്കാൻ എന്നോട് ചേർന്ന് ആരെങ്കിലുമൊക്കെ സഹിക്കണം. എൻ്റെ കുരിശുമരണം ചരിത്രത്തിൽ നടന്ന ഒരു സംഭവ കഥയ്ക്കപ്പുറം ആത്മാക്കളെ രക്ഷിക്കാനായി സ്വർഗം ചെയ്ത ഒരു ബലിയാണ്. അതിന്നും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി തുടർന്നുകൊണ്ടേ ഇരിക്കണം. അതിനായി എൻ്റെ രക്ഷാകര സഹനത്തിൽ പങ്കാളിയാകാൻ ഞാൻ നിന്നെ വിളിക്കുകയാണ്. നിൻ്റെ കയ്യിലെ മുറിവുകൾ കാണുമ്പം അനേകർ എൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ഓർക്കും. അതുവഴി അവർ അനുതപിക്കും. അതുവഴി അവർ എന്നിലേക്ക് തിരിച്ചു വരും. അതിലൂടെ അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെടണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നിൻ്റെ കരങ്ങളിലെ മുറിവുകൾ. അതുകൊണ്ട് നിനക്ക് ഞാൻ ദാനമായി തന്ന എൻ്റെ പീഡാനുഭവ മരണങ്ങളുടെ അടയാളങ്ങളിലൂടെ അനേകം ആത്മാക്കളുടെ തിരിച്ചുവരവിന് കാരണമാകും എന്ന് കർത്താവ് ഒരു ഉറപ്പ് കൊടുത്തപ്പം പാതിരപ്പിയോയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇതൊരു ശിക്ഷയല്ല, മറിച്ച് ദൈവം കൂടുതൽ അടുത്തേക്ക് എന്നെ വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്ന സത്യം പാതിരപ്പിയോ തിരിച്ചറിഞ്ഞു. പിന്നീട് പാതിരപ്പിയോ ഒരിക്കലും തൻ്റെ പ്രകടമായി കാണപ്പെടുന്ന പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് പരാതി പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ 1918 ഒക്ടോബർ 22 പാതിരപ്പിയോ ഇങ്ങനെ എഴുതി, ഈശോ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ മുറിവുകൾ. അത് ചിലപ്പോൾ അതിൽ നിന്ന് ചോര പുറത്തേക്ക് വരും, ചിലപ്പോൾ അത് ഭയങ്കരമായി മുറിവുകൾ പ്രകടമാകും. അതുവഴി ഈശോയുടെ മുറിവുകൾ കണ്ട് ഒരുപാട് പേർ രക്ഷപ്പെടാൻ കാരണമാകും. എന്നിട്ട് ഒടുക്കം പാതിരപ്പിയോ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പേറുന്ന ഈ പഞ്ചക്ഷതങ്ങൾ അത് രക്ഷാകരമാണ് എന്നെഴുതിയാണ് പാതിരപ്പിയോ അവസാനിപ്പിക്കുന്നത്. പിന്നീട് പഞ്ചക്ഷതത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന കരങ്ങൾ കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാനും മണിക്കൂറുകൾ, ഒരു ദിവസം ഏതാണ്ട് 16 മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിക്കുമ്പോൾ ഈ മുറിവുകളൊക്കെ താങ്ങുമ്പോഴൊക്കെ തൻ്റെ ഈ സഹനത്തെ ആയിരക്കണക്കിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാതിരപ്പിയോ കാഴ്ചവെക്കുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ആളുകൾ പറയും, ഈശോയുടെ കുരിശുമരണം റിയൽ അല്ല, അതൊരു സിംബോളിക്കാണ്, അതൊരു യാഥാർത്ഥ്യമൊന്നുമല്ല
എന്ന് പറയുന്നവരുടെ മുൻപിൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഇന്നും തുടരുകയാണ് പഞ്ചക്ഷതധാരികളായിട്ടുള്ള വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങൾ. പാതിരപ്പയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 100 കണക്കിന് ഡോക്ടർമാർ പാതിരപ്പയുടെ മുറിവുകൾ പരിശോധിച്ചു. അതിനൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശാസ്ത്രത്തിനും അതീതമായി ശാസ്ത്രത്തെ സൃഷ്ടിച്ചവൻ്റെ ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ ഭാഗമായിരുന്നു പാതിരപ്പയുടെ മുറിവുകൾ എന്നതാണ് സത്യം. 1968 സെപ്റ്റംബർ 23 പാതിരപ്പിയോ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അനേകം ആത്മാക്കളെ തൻ്റെ പഞ്ചക്ഷതങ്ങളിലൂടെ തൻ്റെ ശുശ്രൂഷയിലൂടെ രക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. പാതിരപ്പിയോ മരിക്കുമ്പോൾ പാതിരപ്പിയുടെ ശവശരീരം അടക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കൂട്ടം ഡോക്ടേഴ്സാണ്. പാതിരപ്പിയോ മരിച്ചു കഴിഞ്ഞപ്പോൾ പാതിരപ്പിയുടെ പഞ്ചക്ഷതങ്ങളൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലോ കാലിലോ മുറിവുകൾ പോയിട്ട് മുറിപ്പാടുകൾ പോലും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. മുറിവുകളൊന്നും ഇല്ലാതെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാതിരപ്പിയോ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ പഞ്ചക്ഷതങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ നമുക്കുണ്ടാകും. ഈ മുറിവുകളൊക്കെ ക്രിസ്തുവിന് കൊടുത്ത് ക്രിസ്തുവിൻ്റെ മുറിവിനോട് ചേർത്ത് നമ്മുടെ മുറിവുകൾ വെക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ രക്ഷാകരങ്ങളായി മാറി നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധരായി കടന്നു പോകാൻ കഴിയും എന്നൊരു സത്യം പാതിരപ്പിയോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അനേകം ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നമ്മുടെ മുറിവുകൾ എന്ന സത്യം നാം ഓർക്കണം. ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ എത്ര കുരിശുകളുണ്ടെങ്കിലും സഹനങ്ങളുണ്ടെങ്കിലും ആ കുരിശ് ക്രൂശിതനോട് ചേർത്ത് വെച്ച് അത് ക്രൂശിതൻ്റെ കുരിശായി മാറ്റിയാൽ ആ കുരിശ്, ആ സഹനം രക്ഷാകരമായി തീരും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് പാതിരപ്പിയോ നമുക്ക് നൽകുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.